കെപിസിസിയുടെയും യുഡിഎഫിന്റെയും രാഷ്ട്രീയ നിലപാട് നിശ്ചയിക്കുന്നത് കനകോലുവാണ് എന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. കനകോലു കൊടുക്കുന്ന ക്യാപ്സൂൾ മാത്രമാണ് SDPI LDF ബന്ധമെന്ന ആരോപണമെന്നും എം.എ. ബേബി പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പരിപാടിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം. അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണ്. ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ KPCCയും UDFും അവരുടെ രാഷ്ട്രീയ പ്രചരണ വാദങ്ങൾ, ആഖ്യാനങ്ങൾ അത് അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടല്ല. അതിന് കരാർ പണി കൊടുത്തിരിക്കുകയാണ്. ഔട്ട്സോഴ്സിങ് എന്ന് പറയുമല്ലോ. അതെല്ലാവർക്കും നിങ്ങൾക്കെല്ലാം അറിയാം. ഒരാളുടെ പേര് കനകോലു എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോ സംഭവവികാസങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘമുണ്ട്. അതിന് വാർ റൂം എന്നൊക്കെ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അവരാണ് തയ്യാറാക്കുന്നത്. ഇദ്ദേഹം നേരത്തെ 2014 തന്നെ പ്രസിദ്ധനാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രതിഭാസത്തെ അണിയിച്ചൊരുക്കി കള്ള വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നരേന്ദ്രമോദിക്കും BJPക്ക് വോട്ട് നേടിക്കൊടുക്കുന്ന പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട പങ്ക്, പ്രശാന്ത് കിഷോറിനൊപ്പം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ഈ കനകോലു. അദ്ദേഹം കൊടുക്കുന്ന ക്യാപ്സൂളുകളാണ് ഇവർ പറയുന്നതും ഇവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കൊണ്ടുകൂടി അത് പറയിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് BJPയുമായിട്ട് ഡീലുണ്ട് CPM എന്നാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധിയെ കൊണ്ടും ശ്രീ മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ടും ഇവർ പറയിച്ചു. കേരളത്തിലെ രമേശ് ചെന്നിത്തല എൻ്റെ സുഹൃത്താണ്. അവരെല്ലാം ഇത്തരത്തിൽ കനകോലു പറഞ്ഞു കൊടുക്കുന്നത് പറയുന്നത് എനിക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കുറിച്ച് ഇതുപോലുള്ള അബദ്ധങ്ങൾ, അതാദ്യം പറഞ്ഞ അബദ്ധം BJPയുമായിട്ട് ഡീലുണ്ടെന്നാണ്. BJPയുമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ആദ്യം ഡീലുണ്ടാക്കിയത് 1960-ലാണ്. പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആരെ തോൽപ്പിക്കാൻ? EMSനെ തോൽപ്പിക്കാൻ വേണ്ടി 1960 തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ടാക്കി. 1971 തെരഞ്ഞെടുപ്പിൽ AKജിയെ തോൽപ്പിക്കാൻ ഈ രമേശ് ചെന്നിത്തലയുടെ മുൻഗാമികൾ ആർക്കാ വോട്ടഭ്യർത്ഥിച്ച്? പാലക്കാട് RSSൻ്റെ കാര്യവാഹക് ഒരു ഗോവിന്ദൻ. അപ്പോൾ ഇതാണ് ചരിത്രം. ഏറ്റവും ഒടുവിൽ കേരള നിയമസഭയിൽ BJPയുടെ അക്കൗണ്ട് തുറപ്പിച്ചതാരാ? SDPയെക്കുറിച്ചാണ് ചോദിച്ചത്. പക്ഷേ BJPയെക്കുറിച്ച് പറയാനുള്ള അവസരമായിട്ട് ഞാനത് ഉപയോഗിക്കുകയാണ്. SDPയിലേക്ക് വരാം. അപ്പം അക്കൗണ്ട് തുറപ്പിച്ചത് കോൺഗ്രസ് BJP ഡീലാണ് നിയമത്ത്. ആ അക്കൗണ്ട് പൂട്ടിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിണറായി വിജയനാണത് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ആ ഡീല് ഞങ്ങൾ പൂട്ടിക്കാൻ പോവുകയാണ്. അത് പൂട്ടിയത് ശിവൻകുട്ടിയാണ്. ഇപ്പോൾ ലോക്സഭയിലേക്ക് ഒരാൾ പോയത് എങ്ങനെയാണ്? കേരളത്തിൽ നിന്ന്. അതും വ്യക്തമാണ്. ആ കണക്ക് ഞാനകത്ത് നിയമം മോഡലിലാണ്. ഇപ്പോൾ SDPയെക്കുറിച്ച് പറയും. SDP എന്ന് പറയുന്നത് RSSൻ്റെ ഉൽപ്പന്നമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി RSS നടത്തുന്ന ഭീകരമായ അക്രമ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനും മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കാനും RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിനെ നേരിടണമെങ്കിൽ നമ്മളും RSSനെ പോലെ സംഘടിക്കണം എന്ന ബോധത്തിലേക്ക് ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് SDPA ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വവും RSSനാണ് എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്.